എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴംപൊരി പോലത്തെ ഒരു വിഭവമാണ്. ഒരു ചൈനീസ് ഡിഷാണിത്, ടോഫി ബനാന. ഇത് ഏകദേശം നമ്മളുടെ പഴംപൊരിയൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ നമ്മളിത് നേന്ത്രപ്പഴം വെച്ചിട്ടല്ല, റോബസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി ചെയ്യാൻ നമുക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, വെറും 4 സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന്. ആദ്യം നമുക്ക് വേണ്ടത് റോബസ്റ്റയാണ്, അത് ഞാൻ 1 എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, ഒരു 3.5 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് കോൺഫ്ലവറും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിപ്പോൾ ഒരു പഴത്തിനുള്ള അളവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, 2.5 ടേബിൾ സ്പൂൺ. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഉപ്പോ അങ്ങനെ ഒരു സാധനം ചേർക്കേണ്ട ആവശ്യമില്ല, വെറും കോൺഫ്ലവറും വെള്ളവും മാത്രം ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഴം ഫ്രൈ ചെയ്യുന്നത്. പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ, ഞാനിവിടെ ചേച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം പഴം. അതിന് വേണ്ടിയിട്ട് പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം അത് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. എണ്ണ ചൂടായിട്ട് വരട്ടെ. നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴങ്ങൾ ഓരോന്നായിട്ട് ബാറ്ററിലിട്ട് മുക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടേണ്ടത്. എണ്ണ നന്നായി ചൂടായി. ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. എല്ലാതും ഇങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി, കാരണം ഇത് നേന്ത്രപ്പഴമല്ല, റോബസ്റ്റയാണ്, എളുപ്പം കുക്കാവും. അപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഹീറ്റിൽ വയ്ക്കുക. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സൈഡും മറിച്ചിട്ട് കൊടുക്കണം. ഏകദേശം കളറൊക്കെ മാറി വന്നു തുടങ്ങി. ഇനി നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എളുപ്പം ഫ്രൈ ആവും. നമ്മളുടെ പഴംപൊരിയുടെ അത്ര നേരമൊന്നും എടുക്കില്ല, എളുപ്പം ഫ്രൈ ആയിട്ട് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇടുന്നത്, കാരണം എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. പഞ്ചസാര ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്, 1 സ്പൂൺ അത്രേ പാടുള്ളൂ, കൂടുതലാവരുത്, കാരണം നമുക്കിത് കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടണം. എളുപ്പം ഉരുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തത്. വെള്ളം ചേർക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് പഞ്ചസാര അല്ലാതെ തന്നെ മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകാൻ തുടങ്ങി. നമ്മൾ ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം. പഞ്ചസാര എല്ലാം ഉരുകിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പോഴാണ് ഇത് റെഡിയാവുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ മാറി ഉരുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് റെഡിയാക്കണം. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. ഇനി നമുക്ക് ടോഫി ഉണ്ടാക്കാം, ബനാന ടോഫി ഉണ്ടാക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇപ്പം ഉണ്ടാക്കിയ സിറപ്പിൽ മുക്കിയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സിലിടണം. അപ്പോൾ പെട്ടെന്ന് അത് കട്ടിയായിട്ട് മാറും. നമുക്ക് ഓരോന്നായിട്ട് സിറപ്പിൽ മുക്കിയിട്ട് ഐസ് ക്യൂബ്സിലിട്ട് കൊടുക്കാം. സിറപ്പ് പെട്ടെന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിലിടുന്നത്. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ നിന്ന് മാറ്റാം. കുറേ നേരം ഇടരുത്, അപ്പം തന്നെ മാറ്റണം. നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് പുറമേ കുറച്ച് ഹാർഡായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. നമ്മളൊരു മുട്ടായി കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇരിക്കും. ഇനി നമുക്ക് കുറച്ച് എള്ള്, ഞാൻ കറുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് കുറച്ചൊന്ന് വിതറാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.